കോഴിക്കോട്ട് യുവജനോത്സവത്തിൽ അവതരിപ്പിച്ച സ്വാഗതഗാനം, ആ സ്വാഗതഗാനത്തിൽ തോക്കും തലയിൽ കെട്ടുമായിട്ട് നടക്കുന്ന ഒരാളെ അവതരിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ വലിയ ഇതിനെതിരായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആരാ ഈ തോക്കും തലയിൽ കെട്ടുമായിട്ട് നടക്കുന്നത്? ഇന്ത്യൻ മുസ്ലിങ്ങളെയാണോ? കേരളത്തിലെ മുസ്ലിങ്ങളെയാണോ? ഇതിനെതിരായിട്ട് പ്രതിഷേധമുയർത്തുകയാ ഇതിനോട് വിയോജിച്ച മുഹമ്മദ് റിയാസും യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റും ഒക്കെ തലയിൽ കെട്ടും തോക്കുമായിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർ മുസ്ലിങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തലയെക്കെട്ടും തോക്കുമായിട്ട് നടത്തുന്നത് താലിബാനും IS ആണ്. ഇവർ താലിബാൻ്റെയും IS-ൻ്റെയും വക്താക്കളായിട്ടാണോ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്? അതോ ഇവർ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വക്താക്കളാണോ? കേരളത്തിലെ മുസ്ലിങ്ങളുടെ വക്താക്കളാണോ? ഇവർ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളുടെ വക്താക്കളാണോ? ഇന്ത്യൻ പൗരന്മാരുടെ വക്താക്കളാണോ? അതോ ഇവർ താലിബാൻ്റെയും IS-ൻ്റെയും വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ വിക്രം ബത്രയുടെ പേരിലുള്ള മൈതാനി, ആ മൈതാനിയിൽ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത്, ഇന്ത്യൻ സൈന്യം ശത്രു രാജ്യത്തെ നേരിട്ടതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, ആരുടെ കൂടെയാണ്, ആരോടാണ് ഇവരുടെ കൂറ്? ഇന്ത്യൻ സൈന്യത്തോടാണോ കൂറ്, അതോ ശത്രു രാജ്യത്തോടാണോ? ബേനസീർ ഭുട്ടോവിൻ്റെ പടം വെച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആദരിക്കാം, ക്യാപ്റ്റൻ വിക്രമിൻ്റെ ധീരകൃത്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂറ് ആരോടാണ്? കാശ്മീരിൽ കല്ലെറിയുന്നവരെ പ്രോത്സാഹിപ്പിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇന്ത്യൻ സൈന്യത്തിന് നേരെ കല്ലെറിയുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത്. ഇതേ രീതിയിലുള്ള ഈ സമീപനമാണോ അവർ കേരളത്തിലും പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഒരു പാചകക്കാരൻ പറയുകയാണ്, ഞാൻ രാത്രി മുഴുവൻ കാവലിരുന്നു കലവറക്ക്, കാരണം അതിൽ വല്ല വിഷവും കലർത്തി വല്ല കുഴപ്പവും ഉണ്ടാക്കിയിട്ട് എന്നെ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമോ, അങ്ങനെയുള്ള ഗൂഢാലോചന നടക്കുമോ എന്നെനിക്ക് ഭയമായി എന്നൊരു പാചകക്കാരൻ, പാചകത്തിന് നേതൃത്വം നൽകുന്ന ആൾ പറയുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണെന്നുള്ളതാണ്. ഈ KPCCയുടെ ഒരു വൈസ് പ്രസിഡൻറ്റ് ഇത് തുടങ്ങി വെച്ചു. എനിക്കറിയാം KPCCയുടെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഈ തുടങ്ങി വെച്ചതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം തൃത്താലയിലെ വോട്ടാണെന്ന് എനിക്കറിയാം. ആ തൃത്താലയിലെ വോട്ട്, അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വോട്ട് അപ്പുറത്തേക്ക് പോയത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സസ്യഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട ആളാണ് മഹാത്മാഗാന്ധിജി അടക്കം എന്ന് കോൺഗ്രസ്സുകാരെങ്കിലും ഓർമ്മിക്കണ്ടേ? KPCC വൈസ് പ്രസിഡന്റ് ഓർമ്മിക്കണ്ടേ? ഗാന്ധിജി സസ്യഭക്ഷണം പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളാണ്. സസ്യഭക്ഷണത്തിനെ ജാതിയുടെ പേരിൽ ആക്ഷേപിക്കുന്നതും അധിക്ഷേപിക്കുന്നതും BJPക്കാരെ കുറിച്ചാണ് നിങ്ങളെല്ലാവരും എല്ലായ്പ്പോഴും പറയുന്നത്. BJP വർഗീയത വളർത്തുന്നു. ഇത് വർഗീയതയല്ലേ? ഇതിനേക്കാൾ വലിയ വർഗീയത വേറെ ഏതാ? ഞങ്ങളിങ്ങനെ വർഗീയത പറയാൻ വേണ്ടിയിട്ട്, വർഗീയത വളർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ശ്രമം നടത്തിയിട്ടില്ല. പക്ഷേ കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ആ കൂട്ടത്തിലുള്ള ചില നേതാക്കന്മാർ, ഞാൻ അവരെ മുഴുവനായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുടെ കൂട്ടത്തിലുള്ള ചില നേതാക്കന്മാർ ഈ തരത്തിൽ വർഗീയത വളർത്താൻ, ഈ തരത്തിൽ ചില പ്രത്യേക വിഭാഗങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള പരസ്പര മത്സരം, ആ മത്സരം ഏത് അളവ് വരെ എത്തി എന്നുള്ളത് ഒരു സാമാന്യ ബോധമുള്ള സമചിത്തതയുള്ള ആളുകൾ ഈ പാർട്ടികളിലും ഉണ്ടെങ്കിൽ അവരാലോചിക്കണം.